കോൺഗ്രസ് എംപി പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ബാഗാണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രം. പലസ്തീൻ എന്ന വാക്ക് ആലേഖനം ചെയ്ത ഹാൻഡ് ബാഗുമായി നിൽക്കുന്ന പ്രിയങ്കയുടെ ചിത്രം കോൺഗ്രസ് വക്താവ് ഷാമ മുഹമ്മദ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. ഫോട്ടോ വലിയ വിവാദമായി. ബി.ജെ.പിയുടെ പ്രതികരണവും പിന്നാലെ എത്തി. മുസ്ലിം പ്രീണനമെന്നാണ് ബി.ജെ.പി പ്രിയങ്കയുടെ പലസ്തീൻ ബാഗിനെ വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം പലസ്തീൻ പ്രതിനിധികളുമായി പ്രിയങ്ക ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പലസ്തീൻ നയതന്ത്ര പ്രതിനിധി ആബിദ് എൽറാസെഗ് അബിജാസറുമായാണ് സ്വന്തം വസതിയിൽ വെച്ച് പ്രിയങ്ക കൂടിക്കാഴ്ച നടത്തിയത്. പീഡിപ്പിക്കപ്പെട്ടവർക്കൊപ്പം നിലയുറപ്പിക്കുന്ന യഥാർത്ഥ മനുഷ്യസ്നേഹി എന്ന പ്രശംസയാണ് പ്രിയങ്കയ്ക്ക് ലഭിക്കുന്നത്. കൂടിക്കാഴ്ചയിൽ സ്വാതന്ത്ര്യത്തിനായുള്ള പലസ്തീൻ ജനതയുടെ പോരാട്ടത്തിന് പ്രിയങ്ക ഐക്യദാർഢ്യവും പിന്തുണയും അറിയിക്കുകയും ചെയ്തു. കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ നഷ്ടപ്പെട്ട ഗാസയിലെ അമ്മമാരുടെ ദുഃഖത്തിനൊപ്പം നിൽക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി നയതന്ത്ര പ്രതിനിധികളോട് പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ നയതന്ത്ര പ്രതിനിധി സമ്മാനിച്ച ബാഗുമായാണ് പ്രിയങ്ക ഗാന്ധി തിങ്കളാഴ്ച ലോകസഭയിലെത്തിയത്. പ്രിയങ്കയുടെ ബാഗും അതിലെ രാഷ്ട്രീയവും വലിയ തോതിൽ ചർച്ചയാകുകയും ചെയ്തു. മുൻ പ്രധാനമന്ത്രിമാരായ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കാലത്ത് പലസ്തീൻ നേതാവ് യാസർ അറഫാത്ത് ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ കണ്ടിരുന്നതായും പ്രിയങ്ക ഗാന്ധി ഓർത്തു. വെടിനിർത്തൽ കരാർ കൊണ്ടുവരുന്നതിൽ മാത്രമല്ല, ഇസ്രയേലിന്റെ സൈനിക ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗാസയുടെ പുനർനിർമ്മാണത്തിലും ഇന്ത്യ സുപ്രധാന പങ്ക് വഹിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധിയുമായുള്ള ചർച്ചയിൽ നയതന്ത്ര പ്രതിനിധി ആവശ്യപ്പെട്ടു. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്ക ഗാന്ധിയെ നയതന്ത്ര പ്രതിനിധികളായ ആബിദ് എൽറാസെഗും അബിജാസറും അഭിനന്ദിക്കുകയും ചെയ്തു. വെറുപ്പിലും അക്രമത്തിലും വിശ്വസിക്കാത്ത ഇസ്രയേൽ പൗരന്മാരുടെയും ലോകത്തെ എല്ലാ സർക്കാരുകളുടെയും ശരിയായ നിലയിൽ ചിന്തിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധാർമ്മിക ഉത്തരവാദിത്തമാണ് ഇസ്രയേലിന്റെ വംശഹത്യയെ അപലപിക്കുകയും വംശഹത്യയിൽ നിന്ന് ഇസ്രയേലിനെ തടയുന്നതിന് നിർബന്ധിക്കുകയും ചെയ്യണമെന്ന് പ്രിയങ്ക എക്സിൽ കുറിച്ചിരുന്നു. നാഗരികതയുടെയും ധാർമ്മികതയുടെയും ലോകത്ത് ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ക്രൂരമായ ഇത്തരം പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും പ്രിയങ്ക വ്യക്തമാക്കിയിരുന്നു.